ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോഡഡ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഒരു കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മൈദപ്പൊടി വേണമെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ ആയതിന് ശേഷം കോരി മാറ്റുക. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ, ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ചിക്കൻ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമുള്ളത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുക, കട്ടകളില്ലാതെ. ഞാൻ അതിലേക്കൊരു ബൗൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടകളില്ലാത്ത നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ മിക്സിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കട്ടകളില്ലാതെ ആക്കിയെടുക്കുക.
ഇനി അതിലേക്ക് ഒരു ബൗള് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മൊസറല്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ ടൈപ്പും ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് യോജിപ്പിക്കും. നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആ സോസ് നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഇട്ട് കൊടുക്കുക. പിന്നെ മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.